നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഭൂമിയിൽ നിന്നും 160 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചന്ദ്രനെ കുറിച്ചാണ്. സൗരയൂഥത്തിൽ വലയങ്ങളാൽ സുന്ദരിയായ ശനിയുടെ 146 ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഉപഗ്രഹം, സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം, അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ടൈറ്റൻ. ഭൂമിയെപ്പോലെ തന്നെ ധാരാളം പുഴകളും കായലുകളും തടാകങ്ങളും സമുദ്രങ്ങളും മഴമേഘവും മഴയും ചെളിയും എല്ലാം നിറഞ്ഞ വിചിത്ര ലോകം. ഭൂമിയുമായി ഇത്രത്തോളം സാമ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ജീവൻ ഉണ്ടാകുമോ? ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് സൗരയൂഥത്തിൽ നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഈ ടൈറ്റനെയാണ്. സൂര്യനിൽ നിന്നും ഏകദേശം 10 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് ടൈറ്റൻ സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമായ ശനിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തിൻ്റെ 10 ഇരട്ടി ദൂരം. ശനിയുടെ മധ്യഭാഗത്തു നിന്നും 12 ലക്ഷം കിലോമീറ്റർ അകലത്തിലുള്ള വൃത്താകൃതിയായ ഭ്രമണപഥത്തിലൂടെയാണ് ടൈറ്റൻ ശനിയെ വലം വയ്ക്കുന്നത്. ഒരു തവണ ശനിയെ വലം വയ്ക്കുന്നതിന് ടൈറ്റന് വേണ്ടി വരിക ഭൂമിയിലെ 16 ദിവസങ്ങളാണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഈ ടൈറ്റൻ സാറ്റേണുമായി ടൈഡലി ലോക്ക്ഡായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സാറ്റേണിനെ ഒരു വട്ടം വലം വയ്ക്കുന്നതിനും ടൈറ്റന് സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങുന്നതിനും ഒരേ കാലയളവാണ് വേണ്ടിവരുന്നത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗ്യാനിമേഡ് കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഈ ടൈറ്റൻ്റെ വ്യാസം 5152 കിലോമീറ്ററുകളാണ്. അതായത് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും ഒന്നാമത്തെ ഗ്രഹവുമായ ബുധനേക്കാളും 5.6% വലിപ്പം കൂടുതൽ. ഭൂമി കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിലുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെച്ച് നോക്കിയാലും ഏറ്റവും നല്ല അന്തരീക്ഷമുള്ളത് ടൈറ്റനാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാളും കട്ടി കൂടുതലാണ് ടൈറ്റൻ്റെ അന്തരീക്ഷത്തിന്. അതുപോലെ ഭൂമിയിൽ ജീവൻ്റെ അടിസ്ഥാന ഘടകമായ കാർബൺ ധാരാളമായി ടൈറ്റനിലുണ്ട്. ടൈറ്റൻ്റെ ഉപരിതലത്തിൽ വലിയ തോതിൽ ഹൈഡ്രോ കാർബണുകൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും ധാരാളം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള മീഥൈനും ഈഥൈനുമാണ് അവിടെയുള്ള ഹൈഡ്രോ കാർബണുകൾ. ഭൂമിയെപ്പോലെ തന്നെ മറ്റു ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൊവ്വയേക്കാളും നമ്മിൽ നിന്നും 160 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ടൈറ്റനാണ്. കാരണം സൂര്യൻ്റെ മാരക കിരണങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നതും നമുക്ക് ജീവശ്വാസം നൽകുന്നതും ഭൂമിയുടെ അന്തരീക്ഷമാണ് എന്ന് നമുക്കറിയാം. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ഒന്നും ഇതുപോലെ നല്ലൊരു അന്തരീക്ഷമില്ല. നമ്മുടെ അയൽക്കാരനായ ചൊവ്വയിൽ ഭൂമിയുടെ 1% മാത്രം കട്ടിയുള്ള വളരെ നേർത്ത ഒരു അന്തരീക്ഷമാണുള്ളത്. സൂര്യനിൽ നിന്നും വരുന്ന അതിമാരക കിരണങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുവാൻ ഈ അന്തരീക്ഷത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ടൈറ്റൻ്റെ അന്തരീക്ഷം ഭൂമിയുടെ അന്തരീക്ഷം പോലെ തന്നെയാണ്. ഓക്സിജൻ ഒഴികെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള സകല വാതകങ്ങളും ടൈറ്റൻ്റെ അന്തരീക്ഷത്തിലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ശനിയുടെ വലിയ വലയങ്ങൾക്കുള്ളിൽ മറഞ്ഞിരുന്ന ടൈറ്റൻ എന്ന ഈ ലോകത്തെ ആദ്യമായി കണ്ടെത്തിയത് 1655 മാർച്ച് മാസം 25-ാം തീയതി ക്രിസ്ത്യൻ ഹൈജീൻ എന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ്. അതിനുവേണ്ടി അദ്ദേഹം അന്ന് വലിയൊരു ടെലസ്കോപ്പ് തന്നെ നിർമ്മിച്ചു. കണ്ടുപിടിച്ച സമയത്ത് ടൈറ്റന് സാറ്റേണി ലൂണോ അഥവാ ശനിയുടെ ഉപഗ്രഹം എന്നായിരുന്നു പേര്. എന്നാൽ പിന്നീട് ശനിക്ക് ചുറ്റും വലം വയ്ക്കുന്ന മറ്റ് പല ഉപഗ്രഹങ്ങളെയും കണ്ടുപിടിച്ച ശേഷമാണ് ടൈറ്റൻ എന്ന പേര് ലഭിക്കുന്നത്. വർഷങ്ങൾ കഴിയുന്തോറും പ്രപഞ്ചരഹസ്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസ അവനെ ആകാശത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. സൗരയൂഥത്തിനകത്തുള്ള ഗ്രഹങ്ങളിൽ അവൻ പേടകങ്ങൾ ഇറക്കാൻ തുടങ്ങി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശനിയെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി മാത്രം വിക്ഷേപിച്ച കസീനി എന്ന പേടകം ശനിക്ക് സമീപത്തെത്തിയപ്പോഴാണ് അന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ശനിയുടെ ചന്ദ്രനായ ടൈറ്റനിൽ നമ്മൾ ആദ്യമായി കാണുന്നത്. അന്ന് കസീനി ടൈറ്റൻ എന്ന ശനിയുടെ ഉപഗ്രഹത്തെ വലം വെച്ചത് 90 തവണയാണ്. ഭൂമിയിലേതുപോലെ തന്നെ നിരവധി പുഴകളും കായലുകളും തടാകങ്ങളും സമുദ്രങ്ങളും എല്ലാം അവിടെയുണ്ട്. എന്നാൽ അവിടെയുള്ള ജലം നമ്മുടെ ഭൂമിയിലേതുപോലെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും കൂടിച്ചേർന്ന H2O എന്ന ജലമല്ല. കാരണം സൂര്യനിൽ നിന്നും ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ
അവിടുത്തെ താപനില ഭൂമിയേക്കാളും ഒരുപാട് കുറവാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ -179.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ടൈറ്റനിലെ താപനില. ഇത്രയും തീവ്രമായ തണുപ്പിൽ ജലത്തിന് ഒരിക്കലും ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ -179.6 ഡിഗ്രി സെൽഷ്യസിൽ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നത് മീഥൈനും ഈഥൈനും മറ്റു പല ഹൈഡ്രോ കാർബണുകളുമാണ്. 2005 യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഹ്യൂഗൻസ് എന്ന പേടകം ടൈറ്റനെ വലം വെച്ചുകൊണ്ടിരുന്ന കസീനിയിൽ നിന്നും വേർപെട്ട് മഴമേഘങ്ങൾ നിറഞ്ഞ വളരെ കട്ടിയുള്ള ടൈറ്റൻ്റെ അന്തരീക്ഷത്തിലൂടെ പാരാച്ചൂട്ടിൽ താഴേക്കിറങ്ങി. ജനുവരി മാസം 14-ാം തീയതി ആ പേടകം തണുത്തുറഞ്ഞു കിടക്കുന്ന ടൈറ്റൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്തു. കസീനി ഹൈഗൺ ദൗത്യം എന്നാണ് ഈ ദൗത്യം അറിയപ്പെടുന്നത്. ഈ ദൗത്യത്തിലൂടെയാണ് നമ്മൾ ടൈറ്റൻ്റെ ആന്തരിക ഘടന മനസ്സിലാക്കിയത്. ടൈറ്റനിൽ പ്രധാനമായും 5 പാളികളാണുള്ളത്. 3400 കിലോമീറ്ററോളം വ്യാസമുള്ള വിവിധ സിലിക്കോൺ സംയുക്തങ്ങളാൽ നിർമ്മിതമായ പാറ പോലെയുള്ള കോറാണ് മധ്യഭാഗത്ത്. കൃത്യമായി അടക്കി വച്ചിരിക്കുന്നത് പോലെയുള്ള വളരെ കട്ടി കൂടിയ ഐസിൻ്റെ പാളിയാണ് കോറിനു ചുറ്റുമുള്ളത്. എന്നാൽ അമിതമായ സമ്മർദ്ദം മൂലം ഈ ഐസ് പാളി ഐസ് 6 എന്ന രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പുറമെ കിലോമീറ്ററുകൾ ആഴമുള്ള തണുത്ത ദ്രാവക സമുദ്രമാണ്. ഈ സമുദ്രത്തിനുള്ളിൽ വലിയ തോതിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്നത് അമോണിയായും മീഥൈനും വിവിധ കാസ്റ്റിക് ലവണങ്ങളും. ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് സാധാരണ ജലത്തേക്കാളും ഒരുപാട് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ സമുദ്രത്തിലെ ജലം മുഴുവനും 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനിലയിലും ദ്രാവകമായി തന്നെ തുടരും. 4ാമത്തെ പാളി സാധാരണ ഐസിൻ്റെ പാളിയാണ്. അതിന് പുറത്ത് 100 കിലോമീറ്ററോളം കട്ടിയുള്ള പുറന്തോടാണുള്ളത്. ഉപരിതലത്തിൽ കല്ലും മണ്ണും പർവ്വതങ്ങളും എല്ലാം കാണാൻ സാധിക്കും. വാട്ടർ ഐസും ഹൈഡ്രോ കാർബൺസും ഓർഗാനിക് മോളിക്യൂൾസും ചേർന്നതാണ് ടൈറ്റൻ്റെ ഉപരിതലത്തിൽ നിറഞ്ഞു കിടക്കുന്ന മണ്ണ്. ഇതിനു മുകളിൽ മേഘങ്ങൾ പല പാളികളായി നിറഞ്ഞു നിൽക്കുന്ന വളരെ കട്ടി കൂടിയ ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക കാലാവസ്ഥാ പ്രതിഭാസവും നമുക്ക് കാണുവാൻ സാധിക്കും. ദ്രാവക മീഥൈനും അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മറ്റു പല ഓർഗാനിക് കമ്പോണൻസുകളും കൂടിച്ചേർന്ന് ചെറിയ തുള്ളികളായി രൂപം കൊണ്ടിരിക്കുന്ന മഞ്ഞിൻ്റെ പാളി. ഈ കട്ടി കൂടിയ അന്തരീക്ഷം പ്രകാശത്തെ വളരെ കുറച്ചു മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. ഈ കട്ടി കൂടിയ അന്തരീക്ഷത്തിനുള്ളിലൂടെ കസീനിയിൽ ഘടിപ്പിച്ചിരുന്ന ഇൻഫ്രാറെഡ് ക്യാമറകളാണ് ടൈറ്റൻ്റെ ഉപരിതലത്തെ മുഴുവൻ നമുക്ക് അതേപോലെ കാണിച്ചു തന്നത്. ഈ കസീനി ഹൈഗൺ ദൗത്യത്തിലൂടെ ടൈറ്റൻ്റെ ഉപരിതലത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഇക്വേറ്ററിൽ നിന്നും സൗത്തേൺ ഭാഗത്ത് കാണപ്പെടുന്ന താരതമ്യേന ഇരുണ്ട നിറമുള്ള ഒരു പ്രദേശമാണ് അസ്ലാൻ പ്രദേശം. ടൈറ്റനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിൽ ഒന്നായ ഡൂം അഥവാ ഡൂം മോൺ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ഉപരിതലത്തിൽ നിന്നും 1.5 കിലോമീറ്ററോളം ഉയരമുള്ള ഈ വലിയ പർവ്വതത്തിൻ്റെ വ്യാസം 60 കിലോമീറ്ററോളമാണ്. ടൈറ്റൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് 30 കിലോമീറ്ററോളം നീളവും 2 കിലോമീറ്ററോളം താഴ്ചയുമുള്ള വലിയൊരു ഗർത്തവുമുണ്ട്. ഇവ കൂടാതെ ഫ്രോസൺ മീഥൈൻ്റെയും വാട്ടർ ഐസിൻ്റെയും മിശ്രിതമടങ്ങിയ ധാരാളം മണൽ കൂനകളുമുണ്ട്. നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും വെച്ച് നമ്മുടെ ഭൂമിയുമായി ഇത്രത്തോളം സമാനതകളുള്ള ഈ ടൈറ്റൻ എവിടെ നിന്നാണ് വന്നത് എന്ന് അന്തരീക്ഷത്തിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ നൈട്രജൻ 14, നൈട്രജൻ 15 എന്നീ നൈട്രജൻ്റെ 2 ഐസോടോപ്പുകളുണ്ട്. ഇത്തരം നൈട്രജനുകളെ സാധാരണ കാണാറുള്ളത് സൂര്യനിൽ നിന്നും 74,000 കോടി കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഊട്ട് ക്ലൗഡ് മേഖലയിൽ നിന്നും വരുന്ന ധൂമഹേതുക്കളിലാണ്. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ രൂപപ്പെട്ട ടൈറ്റൻ സൗരയൂഥത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് ശനിയുടെ ഗുരുത്വാകർഷണ മേഖലയിൽ അകപ്പെട്ട് ശനിക്ക് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങുകയും പിന്നീട് അത് ശനിയുടെ ഒരു ഉപഗ്രഹമായി മാറിയതുമാകാം. ഒരുപക്ഷെ ശനിയെ വലം വയ്ക്കുന്ന മറ്റെല്ലാ ഉപഗ്രഹങ്ങളും ഇങ്ങനെ എത്തപ്പെട്ടതുമായിരിക്കാം. ഇന്ന് ശാസ്ത്രലോകം ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ നമുക്ക് ടൈറ്റനിൽ വളരെ വേഗതയിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ടൈറ്റൻ്റെ അന്തരീക്ഷം തന്നെയാണ്. അന്തരീക്ഷത്തിൽ 97% നൈട്രജനും 2.7% മീഥൈനും 0.2% ഹൈഡ്രജനും മിച്ചമുള്ള 0.1% മറ്റു വാതകങ്ങളുമാണ്. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഒഴികെ എല്ലാ വാതകങ്ങളും ടൈറ്റൻ്റെ അന്തരീക്ഷത്തിലുമുണ്ട്. നമ്മുടെ ജീവശ്വാസമായ ഓക്സിജൻ ഇല്ല എങ്കിലും ഹൈഡ്രോ കാർബണുകളും ജലവും ഉപയോഗിച്ച്
ഓക്സിജൻ നിർമ്മിക്കാൻ സാധിക്കും. ആൽഗെ പോലുള്ള സൂക്ഷ്മ ജീവികളെ അവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ്റെ അളവ് നമുക്ക് ഒരുപാട് കൂട്ടാനും സാധിക്കും. എന്നാൽ ടൈറ്റനിൽ നമുക്ക് ജീവിക്കുവാൻ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ടൈറ്റൻ്റെ ഗുരുത്വാകർഷണ ബലമാണ് അതിൽ പ്രധാനപ്പെട്ടത്. ടൈറ്റൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തി ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലത്തേക്കാളും കുറവാണ്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയേക്കാളും 7 മടങ്ങ് കുറവ്. അതുപോലെ തന്നെ കസീനി പേടകം ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ ഒരു വലിയ പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ട്. ടൈറ്റൻ കറങ്ങുന്നതിനേക്കാൾ വേഗതയിലാണ് അന്തരീക്ഷം കറങ്ങുന്നത്. ഭൂമിയേക്കാൾ ഒരുപാട് കട്ടി കൂടിയ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ടൈറ്റൻ്റെ അന്തരീക്ഷ സമ്മർദ്ദവും കൂടുതലായിരിക്കും. ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഭൂമിയേക്കാളും 50% കൂടുതലാണ് ടൈറ്റൻ്റെ അന്തരീക്ഷ സമ്മർദ്ദം, 1.45 ATM. മാത്രമല്ല ഈ അന്തരീക്ഷം പ്രകാശത്തെ വളരെ കുറച്ച് മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. സൂര്യാസ്തമയ ശേഷം നമുക്ക് ലഭിക്കുന്ന പ്രകാശം പോലും ടൈറ്റനിൽ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ടൈറ്റനുള്ളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാനുള്ള സാധ്യതകൾ തീരെയില്ല. ഇത്രത്തോളം പ്രതികൂലങ്ങളുണ്ട് എങ്കിലും ടൈറ്റൻ്റെ ഉപരിതലത്തിൽ കാർബൺ അടങ്ങിയ വസ്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ടൈറ്റനെ മറ്റൊരു ഭൂമിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കസീനി ഹൈക്കൺ ദൗത്യം അവസാനിച്ചത് ഇതുപോലെ പല കാര്യങ്ങളും ബാക്കി നിർത്തിക്കൊണ്ടാണ്. എന്നാൽ ടൈറ്റനെക്കുറിച്ച് സകലതും പഠിക്കുന്നതിന് വേണ്ടി മാത്രം നാസ 7000 കോടി രൂപയിലും കൂടുതൽ മുടക്കി ഡ്രാഗൺ ഫ്ലൈ എന്ന റോബോട്ടിക് റോട്ടർ ക്രാഫ്റ്റ് വിക്ഷേപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2028 ജൂലൈ മാസം വിക്ഷേപിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. 7 വർഷക്കാലത്തെ നീണ്ട യാത്രയ്ക്കൊടുവിൽ 2034 പേടകം ടൈറ്റൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യും. ടൈറ്റനെക്കുറിച്ച് ഇന്നേ വരെ അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ധാരാളം കാര്യങ്ങൾ ഈ ഒരു ദൗത്യത്തിലൂടെ നമുക്കറിയാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പുഴകളും കായലുകളും നിറഞ്ഞ ടൈറ്റൻ എന്ന വിചിത്ര ലോകത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.